യുകെയിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് സാധ്യത എന്ന റിപ്പോർട്ട്. ഒരുങ്ങിയിരിക്കാൻ സർക്കാരിന്റെ അവലോകനത്തിൽ മുന്നറിയിപ്പ്. ക്ഷേമാനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള യുകെ സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനെതിരെ ലേബർ പാർട്ടി എംപിമാരുടെ പടയൊരുക്കം. എംപിമാരെ അനുനയിപ്പിക്കാൻ സർക്കാർ ശ്രമങ്ങൾ തുടരുന്നു. വൈകല്യ ആനുകൂല്യങ്ങൾക്കുള്ള യോഗ്യതയിലെ മാറ്റങ്ങൾ കർശനമാക്കിയത് ബില്ലിലെ പരിഷ്കാരങ്ങൾ വേണ്ട എന്ന് വയ്ക്കാൻ തയ്യാറെടുത്ത് ഡൌണിംഗ് സ്ട്രീറ്റ്. കെനിയയിലെ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ നടന്ന സംഘർഷങ്ങളിൽ പോലീസ് വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു, 400 പേർക്ക് പരിക്ക്. ഹിമാചൽ പ്രദേശിലെ മേഘവിസ്ഫോടനത്തിൽ 2 മരണം, 20-ലധികം പേരെ കാണാതായി. കുളു ജില്ലയിലെ സ്കൂൾ കെട്ടിടം, കടകൾ, റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് നാശനഷ്ടമുണ്ടായതായും മണാലി, ബഞ്ചാർ എന്നിവിടങ്ങളിലും മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതായും റിപ്പോർട്ട്. ഇറാനെതിരായ അമേരിക്കയുടെ ആക്രമണങ്ങൾ പൂർണ്ണ വിജയമാണെന്ന് പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് വീണ്ടും അവകാശപ്പെട്ട് ഡൊണാൾഡ് ട്രംപ്. UAE സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫിസിന്റെ അർദ്ധവാർഷിക ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള സമയപരിധി ഈ മാസം 30-ന് അവസാനിക്കും. അടുത്ത 4 ദിവസത്തിനകം പദ്ധതി പ്രകാരം സ്വദേശിയെ നിയമിക്കാത്ത കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. കുവൈറ്റിൽ വിദേശികൾക്ക് രാജ്യം വിടുന്നതിന് ജൂലൈ 1 മുതൽ നിർബന്ധമാക്കിയ എക്സിറ്റ് പെർമിറ്റ് യാത്രയ്ക്ക് 24 മണിക്കൂർ മുൻപ് എടുത്തിരിക്കണമെന്ന് അതോറിറ്റി ഫോർ മാൻ പവർ. വേനലവധി പ്രമാണിച്ചുള്ള തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യാത്രാ മുന്നറിയിപ്പ് നൽകി എമിറേറ്റ്സ് എയർലൈൻസ് ഉൾപ്പെടെയുള്ള UAE-യിലെ വിമാന കമ്പനികൾ. വാർത്തകൾ വിശദമായി. യുകെയിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് സാധ്യത, ഒരുങ്ങിയിരിക്കാൻ സർക്കാരിന്റെ മുന്നറിയിപ്പ്. സ്വന്തം മണ്ണിൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയെ നേരിടാൻ ബ്രിട്ടൻ തയ്യാറെടുക്കേണ്ടതുണ്ട് എന്ന് സർക്കാർ സുരക്ഷാ അവലോകനത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുകെ ഇപ്പോൾ നേരിടുന്ന ഭീഷണികളുടെ വ്യാപ്തി വ്യക്തമായി അവലോകനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. റഷ്യയുടെ യുക്രൈനിലെ സൈനിക വിന്യാസവും വിദേശത്ത് വിമതർക്കെതിരെ ഇറാൻ നടത്തുന്ന വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളും മുൻനിർത്തി ബ്രിട്ടൻ ഉടൻ തന്നെ ഒരു ആഭ്യന്തര യുദ്ധത്തിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവലോകനം പറയുന്നു. ഹേഗിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന കെയർ സ്റ്റാർമർ 2035 ആകുമ്പോഴേക്കും പ്രതിരോധത്തിനായി മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 5% ചെലവഴിക്കുക എന്ന നാറ്റോയുടെ ലക്ഷ്യം കൈവരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യുകെയുടെ ഊർജ്ജ വിതരണ ശൃംഖലകളിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനും അവരുടെ ആക്രമണത്തെ ചെറുക്കുന്നതിൽ നിന്ന് യുകെയെ തടയുന്നതിനും നീക്കങ്ങൾ നടക്കുന്നു. ഭീഷണി സാധ്യത മുൻനിർത്തി എന്തിനേയും നേരിടാൻ യുദ്ധകാല സാഹചര്യത്തിൽ സജീവമായി തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നും അവലോകനം മുന്നറിയിപ്പ് നൽകുന്നു. ക്ഷേമാനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള യുകെ സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനെതിരെ ലേബർ പാർട്ടി എംപിമാരുടെ പടയൊരുക്കം. പരിഷ്കരിച്ച ക്ഷേമാനുകൂല്യ ബില്ലിൽ ഇളവുകൾ കൊണ്ടുവന്നില്ല എങ്കിൽ സർക്കാരിനെതിരെ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് വിമത എംപിമാരുടെ ഭീഷണി. ഇതോടെ സ്റ്റാർമർ സർക്കാരിന്റെ അടിത്തറ ഉലയുകയാണ്. സർക്കാർ ആസൂത്രണം ചെയ്ത ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ലേബർ എംപിമാർക്ക് ഇളവുകൾ നൽകാൻ നമ്പർ 10 തയ്യാറെടുക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച 120-ലധികം എംപിമാർ സർക്കാരിനെതിരെ പാർലമെന്റിൽ പ്രതിഷേധിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് എംപിമാരുടെ കോപം തണുപ്പിക്കാനുള്ള ലേബർ പാർട്ടിയുടെ നീക്കങ്ങൾ. വിഷയത്തിൽ ലേബർ മന്ത്രിമാർക്കിടയിൽ ഭിന്നത നിലനിൽക്കുന്നു. ജോലിയുള്ളവർക്കും അല്ലാത്തവർക്കും നൽകുന്ന ആനുകൂല്യമായ വ്യക്തിഗത സ്വതന്ത്ര പേയ്മെന്റുകൾക്കുള്ള യോഗ്യതയ്ക്ക് ആവശ്യമായ പോയിന്റുകളിലെ മാറ്റങ്ങൾ പരിഗണനയിലുള്ള ഇളവുകളിൽ ഉൾപ്പെടുന്നു. ജോലി ചെയ്യാൻ കഴിയാത്തവർക്ക് ബാധകമായ യൂണിവേഴ്സൽ ക്രെഡിറ്റിനുള്ള ആരോഗ്യ ടോപ്പ് അപ്പിനെ ബാധിക്കുന്ന മറ്റു പരിഷ്കാരങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും എംപിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ മക്സീനി ലേബർ പാർട്ടിയിലെ മുതിർന്ന വിമത എംപിമാരുമായി നേരിട്ട് ചർച്ചകൾ നടത്തിവരികയാണ്. നിലവിലെ രൂപത്തിൽ ബിൽ പാസ്സാകാൻ സാധ്യതയില്ല എന്ന് നിരവധി ക്യാബിനറ്റ് മന്ത്രിമാർ സൂചന നൽകിയിട്ടുണ്ട്. കെനിയയിലെ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ നടന്ന സംഘർഷങ്ങളിൽ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയർന്നു. കഴിഞ്ഞ വർഷത്തെ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെട്ടവരെ ആദരിക്കുന്നതിനായി കെനിയയിൽ നടന്ന രാജ്യവ്യാപകമായ പ്രകടനം സംഘർഷഭരിതമായി. 16 പേർ കൊല്ലപ്പെടുകയും 400 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധക്കാരുമായി പോലീസ് ഏറ്റുമുട്ടി. പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളുടെ സംയുക്ത പ്രസ്താവനയിൽ 83 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും കുറഞ്ഞത് 8 പേർ വെടിയേറ്റ് ചികിത്സയിലാണെന്നും പറഞ്ഞു. മിക്കവരെയും പോലീസ് കൊലപ്പെടുത്തിയെന്നും കെനിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മരണസംഖ്യ സ്ഥിരീകരിച്ചതായും ആംനസ്റ്റി കെനിയയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇറുങ്കു ഹൌട്ടൺ പറഞ്ഞു. ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനത്തിൽ 2 പേർ മരിച്ചു, 20-ലധികം പേരെ കാണാതായി. കുളു ജില്ലയിലെ നിരവധി വീടുകളും വാഹനങ്ങളും ഒലിച്ചുപോയി. സ്കൂൾ കെട്ടിടം, കടകൾ, റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് നാശനഷ്ടമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. കുളു ജില്ലയിലെ മണാലി, ബഞ്ചാർ എന്നിവിടങ്ങളിലും മലവെള്ളപ്പാച്ചിലുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ബിയാസ് നദി നിറഞ്ഞൊഴുകി മണാലി ചണ്ഡീഗഡ് ദേശീയപാത ഭാഗികമായി തകർന്നു. വാഹന ഗതാഗതം നിരോധിച്ചിട്ടില്ല. അടുത്ത 4 ദിവസവും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇറാനെതിരായ അമേരിക്കയുടെ ആക്രമണങ്ങൾ പൂർണ്ണ വിജയമാണെന്ന് പുതിയ ഇന്റലിജൻസ് ഉദ്ധരിച്ച് വീണ്ടും ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കാൻ US ആക്രമണങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന ഇന്റലിജൻസ് വിലയിരുത്തലിനെ വിമർശിച്ചും ശക്തമായി പ്രതിരോധിച്ചും ട്രംപ് ഭരണകൂടം രംഗത്തെത്തി.
ടെഹ്റാന്റെ ആണവ പദ്ധതി ഏതാനും മാസങ്ങൾ മാത്രം പിന്നോട്ട് പോയി എന്ന് സൂചിപ്പിക്കുന്ന ഇന്റലിജൻസ് വിലയിരുത്തലിനെ രൂക്ഷമായി എതിർത്ത് ട്രംപിന്റെ ഉദ്യോഗസ്ഥർ. ഇതൊരു വിനാശകരമായ ആക്രമണമായിരുന്നു എന്ന് ട്രംപ് ബുധനാഴ്ച പറഞ്ഞു. ശതകോടീശ്വരൻ എലോൺ മസ്കിനെ കോടതി കയറ്റാനൊരുങ്ങി മെക്സിക്കോ. എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് റോക്കറ്റ് വിക്ഷേപണത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും മലിനീകരണവും അമേരിക്കയുടെ അതിർത്തിക്കപ്പുറത്ത് മെക്സിക്കോയെ മലിനീകരിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞയാഴ്ച മെക്സിക്കൻ അതിർത്തിക്കടുത്തുള്ള തെക്കൻ ടെക്സസ് തീരത്തുള്ള മസ്കിന്റെ ബഹിരാകാശ പദ്ധതിയുടെ സ്റ്റാർ ബേസ് ആസ്ഥാനത്ത് പതിവ് ഗ്രൗണ്ട് ടെസ്റ്റിനിടെ ഒരു സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് റോക്കറ്റ് പൊട്ടിത്തെറിച്ചു. ചൊവ്വയിലേക്ക് മനുഷ്യരയക്കുക എന്ന മസ്കിന്റെ പദ്ധതിയാണ് പരാജയപ്പെട്ടത്. കനത്ത മലിനീകരണമാണ് അതിർത്തിയിലെന്നും സ്പേസ് എക്സ് കാരണം ഏതൊക്കെ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുവെന്ന് മെക്സിക്കോ സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നതായും ഷെയ്ൻബോം പറഞ്ഞു. ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണങ്ങളും രാഷ്ട്രീയ ശുദ്ധീകരണങ്ങളും നിരീക്ഷിക്കുന്നതിൽ വിദഗ്ധനായ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിന്റെ പുതിയൊരു മുഖമാണ് കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയ കണ്ടത്. ഉത്തര കൊറിയൻ പ്രസിഡന്റ് കുടുംബത്തോടൊപ്പം തിരഞ്ഞെടുത്തത് ഒരു പുതിയ ബീച്ച് റിസോർട്ടിലെ സന്ദർശനമായിരുന്നു. വിദേശ ടൂറിസ്റ്റുകൾ ധാരാളം എത്തുന്ന തീരത്താണ് കിമ്മും കുടുംബവും എത്തിയത്. ഈ വർഷത്തെ രാജ്യത്തെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി തീരദേശ റിസോർട്ടിനെ പ്രസിഡന്റ് പ്രശംസിച്ചുവെന്ന് സർക്കാർ വാർത്താ ഏജൻസി KCNA ഒരു റിപ്പോർട്ടിൽ പറഞ്ഞു. മകൾ കിം ജു എക്കും ഭാര്യ റീസോൾ ജുവിനുമൊപ്പം നീന്തൽക്കുളത്തിനരികിൽ കിം വിശ്രമിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആക്സിയം ദൗത്യത്തിലെ 4 സഞ്ചാരികൾക്കൊപ്പം ബഹിരാകാശ ചരിത്രത്തിന്റെ നാഴികക്കല്ലുകൾ താണ്ടുന്നവരിൽ ഒരു കുഞ്ഞൻ അരയന്നപ്പാവ കൂടി. 5 ഇഞ്ച് മാത്രമുള്ള ജോയ് എന്ന തൂവള്ള സോഫ്റ്റ് ടോയ് ദൗത്യത്തിലെ വെറുമൊരു ഭാഗ്യചിഹ്നം മാത്രമല്ല, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കുതിക്കുന്ന ഡ്രാഗൺ പേടകത്തിലെ ശൂന്യ ഗുരുത്വാകർഷണ സൂചകമാണ്. ഇന്ത്യയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല പൈലറ്റായ പേടകത്തിനുള്ളിലെ ഇതിനെ നൂലിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഗുരുത്വാകർഷണ വലയം ഭേദിച്ച് പേടകം ശൂന്യ ഗുരുത്വാവസ്ഥയിൽ പ്രവേശിച്ചതിന്റെ ആദ്യ സാക്ഷി കൂടിയാണ് ജോയ്.